ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24 ബുധനാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ, ടെക് സെക്ടറുകളാണ് ഇന്നലെ US-ൽ നേട്ടമുണ്ടാക്കിയത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ FTSE പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു. ബിറ്റ്കോയിനിൽ വലിയ ഇടിവിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവ് കാണുന്നു. ഇന്നലെ ഇന്ത്യൻ ADR-ൽ വലിയ നേട്ടമുണ്ടാക്കിയത് മെയ്ക്ക് മൈ ട്രിപ്പ് ആയിരുന്നു. 5% നേട്ടത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു 90 മുതൽ 100 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത് എന്നാണ്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം തന്നെ ഇന്ത്യ വിക്സ് ഇന്നലെ 20% ഇടിഞ്ഞത്. 10.20 എന്ന നിലയിൽ 19.72% ഇടിഞ്ഞായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സിന്റെ ഈ പെട്ടെന്നുള്ള ഇടിവിനെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യ വിക്സ് കഴിഞ്ഞ 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഉയർന്ന മാർക്കറ്റ് തലങ്ങളിൽ നിന്ന് വിക്സിന്റെ ഗണ്യമായ ഇടിവ് വരാനിരിക്കുന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ സൂചനയാവാം എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. മണി കൺട്രോളിന്റെ ഈ റിപ്പോർട്ടിൽ മറ്റൊരു ചരിത്രപരമായ ഒരു കാര്യം കൂടി പറയുന്നത്, കഴിഞ്ഞ തവണ വിക്സ് 10 റേഞ്ചിൽ വന്നത് സെപ്റ്റംബർ 15 അന്ന് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആയ 20,200 റേഞ്ചിലായിരുന്നു. തുടർന്ന് അടുത്ത ഏതാനും സെഷനുകളിൽ നിഫ്റ്റി ഇടിവ് നേരിട്ടു. മാർക്കറ്റ് 22,400, 22,450 ലെവലിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അരുൺകുമാർ മന്ത്രിയെ പോലുള്ള വിദഗ്ധർ ഉപദേശിക്കുന്നു. ബിസിനസ് സ്റ്റാൻഡേർഡിൽ ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടി ഇന്ത്യ വിക്സിനെ കുറിച്ച് പറയുന്നത്, പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുമ്പ് പ്രഖ്യാപിച്ചപ്പോൾ, ഉദാഹരണത്തിന് 2014, 2019 വർഷങ്ങളിൽ ഫലങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ വിക്സ് യഥാക്രമം 34%, 30% ഇടിഞ്ഞു. 2014-ലും 2019-ലും ഉണ്ടായ ഈ രണ്ട് വീഴ്ചകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ച തന്നെയാണ് 2024 ഏപ്രിൽ 23 ഇന്നലെ സംഭവിച്ചത്. മറ്റൊരു വാർത്ത, ഇലക്ട്രോണിക് വെഹിക്കിൾ ബാറ്ററികൾ, പ്രത്യേകിച്ച് 10 ഗിഗാവാട്ട് മണിക്കൂർ നിർമ്മാണത്തെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവുകളുടെ റീബഡിങ്ങിനായി ആഗോള ടെൻഡറിന് കീഴിൽ 7 ബിഡുകൾ ലഭിച്ചതായി ഹെവി ഇലക്ട്രോണിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇനി ബിഡേഴ്സിന്റെ പേരുകൾ നോക്കാം. ACME ക്ലീൻ ടെക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അമർ രാജ അഡ്വാൻസ് സെൽ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആൻവി പവർ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, JSW നിയോ എനർജി ലിമിറ്റഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ലൂക്കാസ് TVS ലിമിറ്റഡ്, വാരി എനർജീസ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ്. അടുത്തതായി ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് നോക്കാം. ആദ്യം ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 268 കോടി രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 23% ഒരു ഷാർപ്പ് ഡിക്ലൈനാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 9% വളർച്ചയാണ് കാണുന്നത്. 3,927 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 174 കോടി രൂപയാണ് പുതിയ ക്വാർട്ടറിൽ. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി കമ്പയർ ചെയ്യുമ്പോൾ 26% ഇടിവാണ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ്സിലും 26.4% ഇടിവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് മാർജിനിൽ 1050 ബേസിസ് പോയിന്റ്സിന്റെ ഇടിവാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി ടാറ്റ LXE ആണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 4.6% ഇടിവാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 196.9 കോടി രൂപയിലാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 0.9% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. 905.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത ഒരു കമ്പനി C&DLM ആണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 22.7 കോടി രൂപയാണ്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ 80.7% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും വർധനമുണ്ടായിട്ടുണ്ട്. 30.5% വർധനവാണ് വന്നിരിക്കുന്നത്. 361.8 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി IIFL ഫിനാൻസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച പ്രത്യേക ഓഡിറ്റ് ഏപ്രിൽ 23 ആരംഭിച്ചു. പ്രസ്തുത ഓഡിറ്റ് തൃപ്തികരമായി പൂർത്തീകരിക്കുന്നത് വരെ കമ്പനിയുടെ പുതിയ സ്വർണ്ണ വായ്പകൾ വിതരണം ചെയ്യുന്നതിന് മാർച്ച് 4 RBI താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അടുത്തത് അദാനി പോർട്സ് ആണ്. കമ്പനിയുടെ Q4 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി മെയ് 2 ബോർഡ് യോഗം ചേരും. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആക്സിസ് ബാങ്ക്, LTI മൈൻട്രി, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഇന്ത്യൻ ഹോട്ടൽ കമ്പനീസ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഡാൽമിയ ഭാരത്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, സിൻജൈൻ ഇന്റർനാഷണൽ, സുപ്രീം പെട്രോളിയം, DCB ബാങ്ക്, 5 പൈസ ക്യാപിറ്റൽ, അഗ്രോടെക് ഫുഡ്സ് എന്നിവയാണ്.
ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ ലൈവ് ഉണ്ടായിരിക്കും. ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനിടയിൽ വരുന്ന സംശയങ്ങളൊക്കെ അപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ഒരു സെഷൻ കൂടിയാണ്. ഇനി നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് 22,368 വെറും 31 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സായി മാറിയത് റിയാലിറ്റി സെക്ടർ ആയിരുന്നു. 2.6% ഉയർന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 22,430 മുതൽ 22,500 വരെയുള്ളത് ഏപ്രിൽ 15 ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും മിനിഞ്ഞാന്നത്തെ പ്രീ മാർക്കറ്റിലും നമ്മൾ പറഞ്ഞതാണ്. ഇന്നലെ ഈ ലെവലിൽ എത്തിയ നിഫ്റ്റി കൃത്യമായി തന്നെ ആ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയുണ്ടായി. RSI ഒരു ബുള്ളിഷ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്, പോസിറ്റീവ് തന്നെയാണ്. നിഫ്റ്റിയിൽ ഹയർ ഹൈ ഹയർ ടോപ്പ് ഫോർമേഷനാണ് ഫോം ആവുന്നത്, അത് പോസിറ്റീവായിട്ട് തന്നെ കാണാം. നിഫ്റ്റിയെ സംബന്ധിച്ച് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50 DMA ഉള്ള 22,190 ആണ് ഡൗൺ സൈഡിൽ. റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 22,430 മുതൽ 22,500 വരെയുള്ള ലെവലാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 22,350 44% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 7% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ കോൾ സൈഡിൽ കാണുന്നത്. അടുത്തത് 22,300 സ്ട്രൈക്കിൽ 23% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 11% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. അടുത്തത് 22,400 സ്ട്രൈക്കിൽ 129% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിൽ 74% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,400 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,100-ഉമാണ്. അടുത്തത് ഡേ ക്യാൻഡിൽ. ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,970 45 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. ഹയർ ലെവലിൽ ഒരു ബിയേഴ്സിന്റെ ആധിപത്യം ഇന്നലെയും കാണാമായിരുന്നു. ഓവറോൾ സെന്റിമെന്റ് ഇപ്പോഴും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,800 മുതൽ 47,700 വരെയുള്ള ലെവലാണ്. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,200 മുതൽ 48,500 വരെയുള്ള ഒരു ലെവലുമാണ്. ഈ ഒരു സോണിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 48,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 48,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. ഇനി പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉമാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു സ്വിംഗ് സ്റ്റോക്ക് RVNL ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 276.65 ആണ്. ഫസ്റ്റ് ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 295-ഉം സെക്കൻഡ് ടാർഗറ്റ് 300-ഉമാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അനാലിസിസിന് ശേഷം മാത്രം ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കുക. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. 1189-ലാണ് എൻട്രി എടുക്കുന്നത്. 1280 വരെ അപ്പായി. 7.1% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്നും ഇൻട്രാഡേയിൽ നിന്ന് മാത്രം ലഭിച്ചത്. അടുത്തത് RVNL ആണ്. 2 പ്രാവശ്യമാണ് നമ്മൾ കൊടുത്തിരുന്നത്, March 26-നും April 2-നും. 264.9-ലാണ് April 2-ന് എൻട്രി എടുക്കുന്നത്. 280 വരെ അപ്പായി. ഏകദേശം 5.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. 2 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്യാനും സാധിച്ചു. അടുത്തത് CIE ഇന്ത്യ ആയിരുന്നു. April 23 ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. April 3-ന് നമ്മൾ എൻട്രി എടുത്ത ലെവലിൽ നിന്നും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. 484-ലാണ് എൻട്രി എടുക്കുന്നത്. 505 വരെ സ്റ്റോക്ക് അപ്പായി. 4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് BDL ആയിരുന്നു.
ഏപ്രിൽ 3-നാണ് എൻട്രി എടുക്കുന്നത്. 1810 1931 വരെയാണ് അപ്പായത്. 6.2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്ത ഒരു സ്റ്റോക്ക് GRSC ലിമിറ്റഡ് ആയിരുന്നു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഏപ്രിൽ 5-ന് 922-ലാണ് എൻട്രി എടുക്കുന്നത്. 949 വരെ അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 2.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ഇൻട്രാഡേയിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. മറ്റൊരു സ്റ്റോക്ക് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് SW സോളാർ ആയിരുന്നു. ഏപ്രിൽ 22-ന് 599-ൽ എൻട്രി എടുത്തു. 579.4 വരെയാണ് അപ്പായത്. 11.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഏപ്രിൽ 22-ന് എൻട്രി എടുത്ത ITI ആയിരുന്നു. 270-ലാണ് എൻട്രി എടുക്കുന്നത്. 302.7 വരെയാണ് അപ്പായത്. വെറും 2 ദിവസം കൊണ്ട് 10.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഓറിയന്റൽ എയറോമാറ്റിക്സ് ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 367-ലായിരുന്നു. 383.55 വരെയാണ് അപ്പായത്. ഏകദേശം 4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബജീൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആയിരുന്നു. ഏപ്രിൽ 19-ന് 255-ലാണ് എൻട്രി എടുക്കുന്നത്. 296 വരെയാണ് അപ്പായത്. ഏകദേശം 13.8% നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ബിർള മണി ആയിരുന്നു. ഏപ്രിൽ 18-നാണ് എൻട്രി എടുക്കുന്നത്. 115.5-ൽ നിന്നും 128.25 വരെയാണ് അപ്പായത്. ഏകദേശം 11% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്നും ലഭിച്ചു. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളാണ് ഇവിടെ പറഞ്ഞത്. നല്ല പ്രോഫിറ്റിലേക്ക് ഇൻട്രാഡേയിൽ തന്നെ വന്ന ധാരാളം സ്റ്റോക്കുകൾ വേറെയുമുണ്ട്. അപ്പോൾ അതൊന്നും പ്രത്യേകം നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല. ഇനി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 3044 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2918 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വീണ്ടും FIS വലിയ സെല്ലിങ്ങിൽ തന്നെയാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. US മാർക്കറ്റിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.69% നേട്ടത്തിലും, നാസ്ഡാക്ക് 1.59% നേട്ടത്തിലും, S&P 500 1.20% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിലെ വലിയ സെൽ ഓഫിന് ശേഷം തുടർച്ചയായ 2 ദിവസം നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ പ്രധാന കമ്പനികളുടെ ത്രൈമാസ ഫലങ്ങൾ നിക്ഷേപകർ കാത്തിരിക്കുന്നതിനാലുമാണ് ഇപ്പോൾ US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. അഫോർഡബിളായ EV കാറുകൾ വിപണിയിൽ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ടെസ്ല ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 10% ഉയരുകയുണ്ടായി. സ്ട്രോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ് ഏർണിംഗ്സിൽ വിസ 2% ഉയർന്നു. ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് 6% ഉയരുകയും ചെയ്തു. S&P 500-ലെ 11-ൽ 10 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. കമ്മ്യൂണിക്കേഷൻ, ടെക് സെക്ടറുകളാണ് നേട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. എന്നാൽ മെറ്റീരിയൽ സെക്ടറാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ചൊവ്വാഴ്ച US ബിസിനസ് ആക്ടിവിറ്റി ഡാറ്റ പുറത്തു വന്നു. ബിസിനസ് ആക്ടിവിറ്റി കൂൾ ഓഫ് ആകുന്നു എന്നാണ് ഈ ഡാറ്റ കാണിച്ചു തരുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ച പുറത്തു വരാനിരിക്കുന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.75% ഇടിയുകയാണ് ചെയ്തത്. വിപ്രോ 0.18% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.77% നേട്ടത്തിലും, HDFC ബാങ്ക് 0.26% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. വലിയ നേട്ടമുണ്ടാക്കിയത് മേക്ക് മൈ ട്രിപ്പ് ആയിരുന്നു. 5% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഡോക്ടർ റെഡ്ഡി 0.93% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.01% നേട്ടത്തിലും, S&P 500 0.22% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.55% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് സാധിച്ചു. UK മാർക്കറ്റ് FTSE 0.26% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.81% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് DAX 1.55% നേട്ടത്തിലും ക്ലോസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് 600 1.1% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. FTSE പുതിയ ഓൾ ടൈം ഹൈ ആയ 8067.73 എന്ന പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഇന്ന് യൂറോപ്പിൽ നിന്നും റിനോൾട്ട്, കെയറിംഗ്, OVH, അസോസിയേറ്റഡ് ബ്രിട്ടീഷ് ഫുഡ്സ് എന്നിവയുടെ റിസൾട്ട് പുറത്തുവരും. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റുകളിൽ DAX 0.03% നേട്ടത്തിലാണ്. CAC 0.06% നേട്ടത്തിലും, FTSE 0.03% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾക്കും ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് കാണുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും ഫസ്റ്റ് ക്വാർട്ടർ ഇൻഫ്ലേഷൻ ഫിഗേഴ്സ് പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 6:55. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളുടെ ഒരു സ്റ്റാറ്റസിലേക്കാണ്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 22,460.50 എന്ന നിലയിലാണ്. 84 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ സമയത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്
ഒരു 90 മുതൽ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1.95% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റും വലിയ നേട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, 1.78% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് 1.61% നേട്ടത്തിലും സിംഗപ്പൂർ മാർക്കറ്റ് 0.64% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. US ക്രൂഡ് ഓയിൽ ചൊവ്വാഴ്ച ഏകദേശം 2% ഉയർന്ന് ബാരലിന് $83 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഉള്ളത് $88.53 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.10% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $83.47 പെർ ബാരൽ എന്ന നിലയിൽ 0.13% നേട്ടത്തിലാണ് WTIയും ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ മണി കൺട്രോൾ, ബിസിനസ് സ്റ്റാൻഡേർഡ്, മിന്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.